ഹബീബേ, എന്താ ഉപ്പ? ഈ അയമ്മൂന് ആധാരം തിരിച്ചു കൊടുത്തോ? എന്നോട് വാങ്ങിക്കോളാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അയാൾ പറഞ്ഞത്. എടാ കൈതേ, ഞാനത് പറയോ? എനക്ക് തലച്ചോറില്ലേ? ഇനി അമ്മ കിട്ടാനുള്ള കായ് ഓൻ തരുന്ന എന്താ ഉറപ്പ്? ഇതുപോലെ ഓരോരുത്തർ വന്ന് ഓരോന്നും ചോദിക്കുമ്പോ എടുത്തു കൊടുത്ത നമ്മളെ കഞ്ഞുടി വിട്ടു. അതുകൊണ്ട് ഇന്ന് മുതൽ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. അന്നപ്പ എനിക്ക് പറ്റൂല. എവിടെ ഉത്തരവാദിത്തങ്ങളും ആധാരങ്ങളും? എടുക്ക്, കണക്ക് ഞാനൊന്ന് പരിശോധിക്കട്ടെ. മാളികപ്പുരയിലെ രായ് മുതലാളിയുടെ മകൻ ഒരാധാരം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഇപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല. പറയാം. അയമ്മൂക്കാക്കക്ക് പറമ്പ് വിൽക്കാനാണല്ലോ ആധാരം. പക്ഷെ ആ പറമ്പ് എടുക്കുന്നതാരാ? നമ്മൾ. അതും ഇപ്പോഴുള്ള മാർക്കറ്റ് വിലയേക്കാൾ പകുതി വിലക്ക്. വേറെ ആരെങ്കിലും നല്ല വില കൊടുത്തെടുത്താലോ? ഒരുപാട് പേരുടെ ഭൂമി ചുളുവിലക്ക് കൈവശപ്പെടുത്തിയ എൻ്റെ ഉപ്പയുടെ സംശയമാണോ ഇത്? ശരി, അയമൂന്റെ പറമ്പ് നമ്മുടെ പകുതി വിലക്ക് എടുക്കണം. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആധാരം നമ്മൾ കയ്യിലാക്കുന്നു. രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശ് കഴിച്ച് ബാക്കി നൽകും. അതോടുകൂടി നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശിന് പുറമെ നല്ലൊരു പറമ്പും കയ്യിലാവും. ഇതിൽ കൂടുതൽ നഷ്ടപരിഹാരം വേണോ? ആ, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഉപ്പാക്ക് എന്നെ വിശ്വാസമില്ലാതായിപ്പോയി. അതുകൊണ്ട് എല്ലാ റെക്കോർഡ്സും ഞാൻ തിരിച്ചേൽപ്പിക്കാം. വേണ്ട, ബിസിനസ് ചെയ്യാൻ എന്നേക്കാൾ മുന്തിയ ഒരാള് നാട്ടിൽ വേറില്ല. ശരിയല്ലേ കോയ ഞാൻ പറഞ്ഞത്? 100 വട്ടം ശരിയാണ്. ആ